നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി കുവൈറ്റിന്റെ ഇരട്ടത്താപ്പ്. വിദേശികളെ പൂർണ്ണമായി ഒഴിവാക്കി സ്വദേശികളെ നിയമിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കുവൈറ്റ് പബ്ലിക് വർക്ക്സ് മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും ഉടൻ പിരിച്ചുവിടാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പബ്ലിക് വർക്ക്സ് മന്ത്രിയും ഭവനകാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ റാണ അൽ ഫാരിസ് ഉടൻ ഒപ്പുവെക്കുമെന്നാണ് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന 400 പ്രവാസികളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഗൽ തസ്തികകളിൽ ജോലി ചെയ്തവരാണ് ഇവരെന്നാണ് വിവരം. നേരത്തെ 150 പ്രവാസികളെ ഇത്തരത്തിൽ പുറത്താക്കിയിരുന്നു. 550 പ്രവാസികളെ പല ഘട്ടങ്ങളിലായി പിരിച്ചുവിടാനായിരുന്നു നേരത്തെ എടുത്തിരുന്ന തീരുമാനം. ഈ വർഷം അവസാനത്തോടെ നടപടികൾ പൂർത്തീകരിക്കുന്ന തരത്തിലായിരുന്നു പദ്ധതി രൂപീകരിച്ചത്. എന്നാൽ ഇതിനു പകരം മുഴുവൻ പ്രവാസികളെയും ഉടനടി ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. തുടർന്ന് പബ്ലിക് വർക്ക്സ് മന്ത്രാലയത്തിലെയും പബ്ലിക് റോഡ്സ് അതോറിറ്റിയിലെയും ആകെ ജീവനക്കാരുടെ 5%-ലധികം പ്രവാസികൾ പാടില്ലെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നതിനാവശ്യമായ പരിശീലനം എല്ലാവർക്കും നൽകാനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.